ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സമയം ഇത്രയായിട്ടും സുസ്മിതയെ കാണാത്തതിന്റെ ടെൻഷനിൽ നടക്കുകയാണ് സത്യഭാമ. എന്റെ ഭാമേ, അവളെ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ കൊണ്ടുവരുന്നത്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നു. എന്നാലും ഇത്ര നേരമായിട്ടും അവളെ കണ്ടില്ലല്ലോ രാഘവേട്ട എന്ന് ഭാമ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിഷ്ണുവും ശാലിനിയും വരുന്നത്. അല്ല, ഇവനെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഇത് അവന്റെ വീടല്ലേ, അവൻ ഇവിടെ വരാൻ അവകാശവുമുണ്ട് അധികാരവുമുണ്ട്. അതേസമയം സുസ്മിതയുമായിട്ട് ശ്രീരഞ്ജിനി അങ്ങോട്ടേക്ക് വരികയാണ്. ശാലിനിയെ കണ്ടയുടൻ തന്നെ ദേഷ്യത്തോടെ സുസ്മിത ശാലിനിക്കരികിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം നിനക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് സുസ്മിത ശാലിനിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. ശാലിനിയും വിഷ്ണുവും സുസ്മിതയെ പരമാവധി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുസ്മിതയുടെ ആരോഗ്യത്തിന് മുന്നിൽ അവർക്കൊന്നും ചെയ്യാനാകുന്നില്ല. തുടർന്ന് ദേഷ്യത്തോടെ ശ്രീരഞ്ജിനി അങ്ങോട്ടേക്ക് വന്ന് സുസ്മിതയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ശ്രീരഞ്ജിനിയുടെ അടിയിൽ താഴെ വീഴുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, ഞാനെന്താ വഴിച്ചണ്ടയാണോ പോകുന്നവർക്കും വരുന്നവർക്കുമൊക്കെ തല്ലാൻ? മേഡം ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയത്? ഇവരല്ലേ എന്നെ തട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് മേഡം എന്നെ തല്ലുകയാണോ ചെയ്യുന്നത്? എന്റെ സുസ്മിതേ, ഇവർ വന്നതല്ലേ ഉള്ളൂ, ആദ്യം ചോദ്യം ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആരാണ് ഇവിടെ കുറ്റം ചെയ്തതെന്നൊക്കെ. അങ്ങനെ വിഷ്ണുവിനെയും ശാലിനിയെയും സത്യഭാമയുടെ മുന്നിലേക്ക് വിളിപ്പിക്കുകയാണ് ശ്രീരഞ്ജിനി. തുടർന്ന് ശ്രീരഞ്ജിനി സുസ്മിതയെ കൊണ്ട് ഭാമയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇനി സുസ്മിതേ, നീ കഥ പറഞ്ഞോ. കഥയോ? മേഡം എന്താ ഈ പറയുന്നത്? എന്നെ തട്ടിക്കൊണ്ടുപോയത് വിഷ്ണുവും ശാലിനിയും ചേർന്നാണ്. ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ്, സുസ്മിത പൊന്നിയോടൊപ്പം മാർക്കറ്റിൽ പോയതായിരുന്നു. എങ്കിലേ എനിക്ക് പൊന്നിയെ ഒന്ന് ചോദ്യം ചെയ്യണം. അങ്ങനെ ശ്രീരഞ്ജിനി പൊന്നിയോട് ചോദിക്കുകയാണ്, സാധാരണ മാർക്കറ്റിൽ പോകുമ്പോൾ സുസ്മിത വരാറുണ്ടോ? നടന്നാണോ അതോ കാറിലാണോ പോയത്? ഇതൊക്കെ കേൾക്കുന്ന പൊന്നി പറയുകയാണ്, സാധാരണ മാർക്കറ്റിൽ പോകാൻ സുസ്മിത വരാറേയില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ സാധാരണ പോകാറുള്ളത് സാധനങ്ങളൊക്കെ തീരുമ്പോഴാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും സുസ്മിതയ്ക്ക് മാർക്കറ്റിൽ പോകണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അതും ഞാൻ സാധാരണ പോകാറുള്ളത് ഡ്രൈവറുടെ ഒപ്പം കാറിലാണ്. സുസ്മിതയ്ക്ക് നടന്നു തന്നെ പോകണമെന്നും നിർബന്ധമായിരുന്നു. അതെന്തിനാ സുസ്മിത അങ്ങനെ നിർബന്ധം പറഞ്ഞതെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ, അത് പിന്നെ വണ്ണം കുറയ്ക്കാനാന്നാ എന്നോട് പറഞ്ഞത്. തുടർന്ന് പൊന്നി പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സുസ്മിത നിൽക്കുകയായിരുന്നു. സുസ്മിത ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്, ആരെയൊക്കെയോ വിളിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലൊക്കെ നടന്നത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് വിഷ്ണുവോ ശാലിനിയോ ആയിരുന്നോ എന്ന് പൊന്നിയോട് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ, വണ്ണവും പൊക്കവും ഒക്കെ വെച്ചിട്ട് വിഷ്ണുമോനാണെന്ന് തോന്നുന്നില്ലെന്ന് പൊന്നി പറയുന്നു. ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ്, വിഷ്ണുവും ശാലിനിയുമല്ല എന്നെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ തട്ടിക്കൊണ്ടുപോയി അവരാ ഗോഡൌണിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഇവർ രണ്ടുപേരും വന്നിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. എന്റെ സുസ്മിതേ, നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാനാണോ? നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് നീ പറയുന്നു, എന്നിട്ട് നീ തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് അവിടെ നിന്ന് ഫോണിലും വിളിച്ചു പറയുന്നു. അത് പിന്നെ എൻ്റെ കയ്യിലെ കെട്ട് ലൂസായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ സുസ്മിതേ, നിന്റെ കയ്യിൽ കെട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ രണ്ടാമത് ആ ഗുണ്ടകൾ വന്ന് കെട്ടിയതാണ്. ശാലിനിയും ആ ചൈന കോളനിയിലെ പെണ്ണുങ്ങളും ചേർന്ന് എന്നെ തല്ലുകയായിരുന്നു എന്നൊക്കെ സുസ്മിത പറയുകയാണ്. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി മനസ്സിൽ പറയുകയാണ്, എന്റെ സുസ്മിതയെ, തെളിവുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആരും നീ പറയുന്നത് വിശ്വസിക്കാനേ പോകുന്നില്ല. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, നമുക്ക് എന്താണെങ്കിലും സുസ്മിതയുടെ ഫോൺ ഒന്ന് നോക്കാം. ആണോ, എന്റെ ഫോൺ എന്തിനാ നോക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് സുസ്മിത പറയുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, കള്ളം ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ അതിൽ സുസ്മിത ബാലചന്ദ്രനെ വിളിച്ച കോള് ശ്രീരഞ്ജിനി കാണുകയാണ്. ആരാ ഈ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സുസ്മിത. അത് പിന്നെ ഇവിടെയുള്ളൊരു ലോക്കൽ നേതാവാണെന്ന് രാഘവൻ നായർ പറയുകയാണ്. എന്തിനാ സുസ്മിതയെ നീ നേതാവിനെ വിളിച്ചത്? അത് പിന്നെ ഞാൻ അല്ല, ഇതിൻ്റെ അകത്ത് വേറൊരു നമ്പറും കൂടെ ഉണ്ടല്ലോ, CI ചിറ്റപ്പൻ, അതാരാ? അത് പിന്നെ ദേ സുസ്മിതേ, നീ മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ, അത് പിന്നെ ഇവിടുത്തെ CI ചന്ദ്രബോസ് എൻ്റെ ചിറ്റപ്പനാണെന്ന് സുസ്മിത പറയുന്നു. ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ. അപ്പോൾ ഇതെല്ലാം നിന്റെ കരുതിക്കുട്ടിയുള്ള നീക്കമായിരുന്നല്ലേ? നിന്റെ ചന്ദ്രബോസ് ചിറ്റപ്പൻ പറഞ്ഞു തന്നതനുസരിച്ച് നീ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തു. അതിൽ നിന്റെ കൂടെ നിർത്തിയത് ബാലചന്ദ്രനെയും. എന്താണെങ്കിലും കൊള്ളാം സുസ്മിതേ. വാമൻറ്റി, ഇവർ ഈ പറയുന്നതൊക്കെ വെറുതെയാണെന്ന് സുസ്മിത പറയുന്നു. എന്താണെങ്കിലും സത്യമേ, നുണ പരിശോധനയ്ക്ക് ഇവളെ കൃത്യമായി ഹാജരാക്കിയാൽ മാത്രം മതി. വാമൻറ്റി, ഞാൻ പറയുന്നത് സത്യമാണെന്ന് സുസ്മിത പറയുമ്പോൾ സുസ്മിതയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് സത്യഭാമ. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കാനോ? മേഡത്തിന് ഇപ്പോൾ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യാം. മേഡം തന്നെ ഇവളെ നുണ പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ മതി. ഇത് കേൾക്കുന്ന ശ്രീരഞ്ജിനി പറയുകയാണ്, ശരി സുസ്മിതേ, യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? എന്തിന് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ, കിഡ്നാപ്പിംഗ് നാടകം കളിച്ച് പോലീസിനെയും കോടതിയെയും പറ്റിച്ചതിനെന്ന് ശ്രീരഞ്ജിനി പറയുന്നു. തുടർന്ന് ഭാമ പറയുകയാണ്, സുസ്മിതേ, ഒരു കാര്യം കൂടി, എൻ്റെ മോളുടെയും രോഹിത്തിൻ്റെയും ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്ന് തെളിഞ്ഞാലുണ്ടല്ലോ, നിനക്ക് വിധി പറയാൻ പോകുന്നത് കോടതിയോ പോലീസോ ആയിരിക്കില്ല, ഈ സത്യഭാമയായിരിക്കും. നീ അതൊന്ന് ഓർത്തു വെച്ചോ. ഇത് കേൾക്കുന്ന സുസ്മിത ഞെട്ടലോടെ
സത്യഭാമയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.